നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ലോക വൃക്ക ദിനമായിട്ട് ആചരിക്കുകയാണ്. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്ക ദിനം. ഓരോ വർഷവും ഓരോ സന്ദേശങ്ങളും ഈ ദിനത്തിലുണ്ട്. ഈ ദിനത്തിൻ്റെ പ്രാധാന്യങ്ങൾ, ഈ വർഷത്തെ സന്ദേശം, പ്രവർത്തനങ്ങളെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളത്തെ VPS ലേക്ക് ഷോർ PVS ആശുപത്രികളിലെ സീനിയർ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റായ ഡോക്ടർ ജോർജ് കെ നയനാർ. നമസ്കാരം ഡോക്ടർ. എല്ലാ വർഷവും ഓരോ സന്ദേശങ്ങളുണ്ട്. ഈ വർഷത്തെ ലോക വൃക്ക ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ഈ ദിനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ ദിനത്തിൻ്റെ പ്രാധാന്യം കാണുന്ന ആളുകളിൽ ഈ അവയർനെസ് കൂട്ടുക, വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് ഇതിനെപ്പറ്റി, വൃക്കരോഗത്തെപ്പറ്റി കൂടുതൽ അവയർനെസ് കൊടുക്കുക. ഇത് 2006 തുടങ്ങിയത് ഇൻ്റർനാഷണൽ സൊസൈറ്റി. എല്ലാ വർഷവും എന്തെങ്കിലും ഒരു തീം കാണും. ഈ വർഷത്തെ തീം ക്രോണിക് കിഡ്നി ഡിസീസ് ആൻഡ് ഒബീസിറ്റി, ഗുഡ് ലൈഫ് സ്റ്റൈൽ ടു ഗിവ് ഗുഡ് കിഡ്നീസ്. അതാണ് ഈ തവണത്തെ തീം. അപ്പോൾ അമിതവണ്ണവും വൃക്കയുടെ രോഗങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ പുതിയ തലമുറയിൽ അമിതവണ്ണം ഉള്ളവരുടെ എണ്ണം കൂടുന്നു എന്ന് പല കണക്കുകളും പറയുന്നുണ്ട്. എന്താണ് പെട്ടെന്ന് പറയാവുന്ന ഒരു ബന്ധം അമിതവണ്ണവും വൃക്കകളുടെ ആരോഗ്യവും? കൂടുതലും നമ്മുടെ സെഡൻറ്ററി ലൈഫ്, അധികം എക്സസൈസ് ഇല്ല. സെക്കൻഡ്, നമ്മുടെ ആഹാര രീതി. പണ്ടൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതിനേക്കാളും കൂടുതൽ ഈ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നു, റിച്ച് ഫുഡ്. അപ്പോൾ ഈ 3 കാരണങ്ങളാണ് ഇത് ഒബീസിറ്റി വരുന്നത്. ഒബീസിറ്റി എന്ന് വരുമ്പോഴത്തേക്കും അത് കൊണ്ട് പ്രഷർ കൂടുന്നു. ഒബീസിറ്റി ഉള്ളവർക്കാണ് ഡയബറ്റീസ് കൂടുന്നത്. ഈ ഒബീസിറ്റി ഡയറക്റ്റ്ലി കിഡ്നി അഫക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി കൊളസ്ട്രോൾ, യൂറിക് ആസിഡ് ഇവയെല്ലാം കൂടുമ്പോൾ ഇതെല്ലാം ഫിൽട്ടർ ചെയ്ത് കളയേണ്ടത് കിഡ്നിയിലൂടെയാണ്. അപ്പോൾ നമ്മുടെ അമിതവണ്ണം കുറച്ചാൽ ഈ പ്രഷർ കൺട്രോളിലായിരിക്കും, ഷുഗർ കൺട്രോളിലായിരിക്കും, മറ്റുള്ള മെറ്റബോളിക് സംഗതികൾ ബെറ്റർ ആവും. ഇത് കൂടാതെ ഈ ഒബീസിറ്റി ഉള്ളവർക്ക്, മസിൽ മാസ് കൂടുതൽ ഉള്ളവർക്ക് കൂടുതൽ ലോഡ് കിഡ്നിക്കുണ്ട്, കൂടുതൽ ഫിൽട്രേഷനും ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒബീസിറ്റി, കിഡ്നിയുടെ അസുഖം ഇല്ലാത്തവർക്കും കിഡ്നിയുടെ അസുഖം ഉള്ളവർക്കും ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്കും എല്ലാം ഇത് ഓപ്റ്റിമൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒബെസിറ്റി അല്ലെങ്കിൽ വൃക്കകളുടെ രോഗം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞവർക്കാണ് ഇത് വരാൻ സാധ്യത എന്നൊക്കെ ഉള്ളൊരു ധാരണ നമുക്ക് മുൻപുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറുകയാണ്. ഒബേസിറ്റി തന്നെ വളരെ ചെറിയ പ്രായത്തിലേ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതായിരിക്കും, അല്ലേ? ഒന്ന്, ഫാമിലിയുടെ ആ ഒരു ഡിസിപ്ലിൻ വേണം. റെഗുലർ എക്സസൈസ്, സം ഗെയിംസ്. ഇപ്പം കുട്ടികളാണെങ്കിൽ അവർക്ക് ഗെയിംസ് ഒന്നുമില്ല, വീട്ടിൽ ഇരുന്ന് TV കണ്ട് കുറേ പൊട്ടറ്റോ ചിപ്സും കഴിച്ച് മിക്സ്ചറും കഴിച്ചിരിക്കുമ്പോൾ അവർക്ക് വണ്ണം വരും. നമ്മളൊക്കെ ചെറുപ്പത്തിലായിരുന്നു, നമ്മൾ ക്രിക്കറ്റ് കളിക്കും, ഹോക്കി കളിക്കും, ഫുട്ബോൾ കളിക്കാനൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് പറമ്പിലൊക്കെ കളിക്കും, വീഴും, അതൊക്കെ ശരിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യുന്നില്ല. 2, ഈ ജോലിയായി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ആ ജോലിയിലുള്ള ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി കൂടുതൽ അവേഴ്സ് ചിലവാക്കും. IT ഫീൽഡിലുള്ളവർ ഞാൻ കാണുന്നത് അവർ ഈ ഈ ലാപ്ടോപ്പുമായിട്ട് വെച്ച് അവരുടെ പ്രോജക്ട്സ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊക്കെ ഇപ്പം മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ വാട്സപ്പും കാര്യങ്ങളൊക്കെ നോക്കി, ആൻഡ് വി ആർ ടു മച്ച് ബിസി വിത്ത് അവർ ലൈഫ് ആൻഡ് അവർ വെറുതെ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലേ? ഡോക്ടർ, ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഒരു 4 മാസം മുമ്പ് മറ്റേ അടിവയർ കടച്ചിലുണ്ടായിരുന്നു. ഇപ്പോഴും അത് നിലവിലുണ്ട്. ഞാൻ മറ്റേ ഇവിടെ തൃശ്ശൂര് ഒരു ആശുപത്രി UB മിഷനിൽ കാണിച്ചിരുന്നു. അപ്പോ IVP എടുത്തു. അപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇതിന്റെ പോലെ മറ്റേ ചായ അരുവിയിലെയും കരി വീഴുന്നത് പോലെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ സൈറ്റോളജി നോക്കി, ഗ്രോത്ത് നോക്കി മറ്റേ ഒരു IVP എടുത്തിട്ട് പറഞ്ഞു. IVP എടുത്തുകൊണ്ട് കാണിച്ചപ്പോൾ കിഡ്നിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. മരുന്നൊന്നും നിങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് മറ്റേ 1.0 ആണ് എന്റെ ക്രിയാറ്റിൻ. അപ്പൊ എനിക്ക് ഇപ്പോഴും അത് കഴിഞ്ഞ മാസം എല്ലാ മാസം ഞാൻ പെട്ടത്. അത് കഴിഞ്ഞ ശേഷം മരുന്നൊന്നും കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. എല്ലാ മാസം നോക്കാറുണ്ട്. ഇപ്പൊ ഈ മാസം നോക്കിയപ്പോഴും എനിക്ക് 2 മുതൽ 3 വരെ ഈ RBC കാണുന്നുണ്ട്. അപ്പൊ അത് എന്തിന്റെ ആണെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റേ കിഡ്നി ഡോക്ടറെ കാണണോ അല്ല ഞാൻ മറ്റേ യൂറോളജിസ്റ്റിനെ കാണണോ, അതുകൊണ്ട് അവർക്ക് സീരിയസ് ഉള്ള പ്രശ്നമാണോ അറിയാൻ വേണ്ടി. RBC 4 വരെ നോർമലാണ്. അപ്പോൾ 2 തൊട്ട് 3 വരെ എന്ന് പറഞ്ഞാൽ അത് നോർമലാണ്.
RBC കണ്ടതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. 2, വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് അതിൻ്റെ അകത്ത് കല്ലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ യൂറോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമില്ല. പിന്നെ കുടലൊന്ന് ശുദ്ധീകരിക്കുന്നത് നല്ലതായിരിക്കും. ഈ അടിവയറ്റിലെ വേദന എന്ന് പറയുമ്പോൾ വൻകുടൽ, ചെറുകുടൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറോട് പറഞ്ഞ് അതിനുള്ള മരുന്നുകൾ തരും. കുടലൊക്കെ ഒന്ന് ശുദ്ധീകരിക്കുക. മൂത്രത്തിൽ ക്രിയാറ്റിൻ നോർമലാണ്, മൂത്രത്തിൽ അപാകതകളൊന്നുമില്ല. അൾട്രാസൗണ്ടിനകത്തും കാര്യമായിട്ട് കുഴപ്പമില്ലെങ്കിൽ യൂറോളജിസ്റ്റിനെയും നെഫ്രോളജിസ്റ്റിനെയും കാണേണ്ട ആവശ്യമില്ല. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവാണ്, ചോദിച്ചോളൂ. ഓക്കെ. ഹലോ, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. യെസ്. നമ്മൾ ഈ വയറ് ചാടിക്കെടുക്കുന്നുണ്ട്. ഓക്കെ. വയറ് ചാടിയിട്ടുണ്ട്. അപ്പോൾ കുറക്കാനുള്ള മാർഗം എന്താണ് ഡോക്ടർ പറഞ്ഞത്? 1 ഡയറ്റ്, 2 എക്സസൈസ്, 3 തൈറോയിഡ് ഉണ്ടോ എന്ന് നോക്കണം. അമിതവണ്ണമുള്ളവർക്ക് ഒരു കാരണം തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുന്നതുകൊണ്ടാണ്. പിന്നെ ഇങ്ങനെയുള്ളവർക്ക് ഈ ഫാറ്റ് കുറയ്ക്കാനായിട്ട് സർജിക്കൽ എക്സസൈസ് ഉണ്ട്. അതായത് കൊഴുപ്പെടുത്ത് മാറ്റുക, കുടലിൻ്റെ അകത്ത് ബൈപ്പാസ് ചെയ്ത് ബാരിയാട്രിക് സർജറി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് ചെയ്യാവുന്നത്. അപ്പം നമുക്ക് യാതൊരു സർജറിയും ചിലവില്ലാതെ ചെയ്യാവുന്നത് ആഹാരത്തിൻ്റെ അകത്തെ നിയന്ത്രണവും എക്സസൈസും. ഓക്കെ ഡോക്ടർ, ഇപ്പം ക്രോണിക് കിഡ്നി ഡിസീസാണ് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പെട്ടെന്നുണ്ടാകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ക്രോണിക് കിഡ്നി ഡിസീസ്? ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ വൃക്കയുടെ പ്രവർത്തനത്തിലുള്ള അപാകത. അരിച്ചു പോകരുതാത്തത് അരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അരിച്ചു പോകേണ്ടത് പോകുന്നില്ല. അപ്പോൾ എന്താണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൂത്രത്തിൽ രക്തകോശത്തിൻ്റെ അംശം, പഴുപ്പിൻ്റെ അംശം, പ്രോട്ടീൻ ലീക്കേജ്, ഇതൊക്കെയാണ് ഒരു ക്രിയാറ്റിനിൻ കൂടാതെ കണ്ടുവരുന്ന ഒരു സംഗതി. ഇതെല്ലാം ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ CKD എന്ന് പറയുന്നതിൻ്റെ അകത്ത് വരും. അപ്പോൾ ഒരു 24 hours യൂറിൻ എടുത്താൽ ഈ എല്ലാവർക്കും പ്രോട്ടീനുണ്ട്. ഒരു 24 hours യൂറിൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ 150 മില്ലിഗ്രാം വരെ നോർമലാണ്. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണെന്ന് നോക്കണം. അത് കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടോയെന്ന് നോക്കണം, ഇൻ്റർമിറ്റൻ്റ് അല്ല. അടുത്ത ചിലർക്ക് വരുന്നത് ഈ അരിച്ചു പോകേണ്ട അശുദ്ധമായിട്ടുള്ള മാലിന്യങ്ങൾ, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളാണ് ക്രിയാറ്റിനിൻ ആൻഡ് യൂറിയ. അത് പോകുന്നില്ല, ബ്ലഡിൽ കൂടുന്നു. പുരുഷന്മാർക്ക് 1.4, സ്ത്രീകൾക്ക് 1.3. അപ്പോൾ അത് കൂടിയാലും കിഡ്നിയുടെ ക്ഷീണം വരും. അപ്പം ഇതൊരു 3 മാസം നീണ്ടു നിൽക്കുകയാണെങ്കിൽ നമുക്ക് CKD എന്നുള്ളത് പറയും. ചിലപ്പം 3 മാസമായിട്ട് ഉണ്ടായിരിക്കും, നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്കാനിങ്ങിൻ്റെ അകത്ത് വല്ല ചേഞ്ചസ് ഉണ്ടോ, നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സ് വേണം. റെക്കോർഡ്സ് ഇല്ലാത്തവർക്ക് പിൽക്കാലത്തിലേക്ക് നോക്കാനായിട്ട് അൾട്രാസൗണ്ട് ഹെൽപ്ഫുള്ളാണ്, CT സ്കാൻ ഹെൽപ്ഫുള്ളാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. പാലക്കാട് നിന്നാണ് സാലിയാണ് സംസാരിക്കുന്നത്. എന്താണ് സംശയം? ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ചോദ്യം പൂർത്തിയാക്കൂ. സാർ, ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് വെയിറ്റ് ലോസ് ആൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആൻജിയോപ്ലാസ്റ്റിയോ അങ്ങനെയുള്ളത് വല്ലതും ചെയ്തെങ്കിൽ അത് വല്ല ദോഷമായിട്ട് വരുമോ സാർ? നമുക്ക് ആൻജിയോപ്ലാസ്റ്റി വേണോ വേണ്ട എന്നുള്ളത് ഒരു കാർഡിയോളജിയാണ് തീരുമാനിക്കേണ്ടത്. ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് ഹാർട്ടൊക്കെ നോക്കി ആൻജിയോപ്ലാസ്റ്റി അല്ലെ ബൈപ്പാസ് ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി നിർഭാഗ്യവശാൽ കിഡ്നിയൊക്കെ മാറ്റി വെച്ച് ഒരു 6 മാസം അല്ലെ 1 വർഷം കഴിയുമ്പോഴാണ് ചെയ്യുന്നതെങ്കിൽ ക്രിയാറ്റിൻ എത്ര ഉണ്ടെന്ന് നോക്കണം. ക്രിയാറ്റിൻ നോർമലാണെങ്കിൽ നമുക്ക് അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് ആൻജിയോഗ്രാം ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഡോക്ടർ, ഇപ്പോൾ അമിതവണ്ണവും വൃക്കരോഗങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. നമ്മുടെ ഇത്തവണത്തെ സന്ദേശവും അതുതന്നെയാണ്. ഈ പ്രാവശ്യത്തെ ലോക വൃക്ക ദിനത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിനു വേണ്ടിയുള്ളത്? കേരളത്തിൽ ലോക വൃക്ക ദിനത്തിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട്, അമിതവണ്ണത്തിന്റെ ദോഷവശങ്ങളെ കുറിച്ച് അവയർനെസ് കൊടുക്കുന്നതിന് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഹോസ്പിറ്റലുകളിലുള്ളത്? എല്ലാ വലിയ ആശുപത്രികളിലും നെഫ്രോളജിസ്റ്റ് ഉള്ളിടത്ത് പേഷ്യൻ്റ് എഡ്യൂക്കേഷനുണ്ട്. ഇന്ന് രാവിലെ ഇപ്പോൾ ലേക്ക് ഷോറിലുണ്ടായിരുന്നു, അമൃതയിൽ, ഇന്നത്തെ പേപ്പറിൽ, അസ്റ്ററിൽ, ഇതെല്ലാം ഓരോ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അതുവഴി അവിടുത്തെ രോഗികളെയും അവിടുത്തെ സ്റ്റാഫിനെയും പഠിപ്പിക്കുന്നു. 2, ഈ മാധ്യമത്തിലൂടെയും TV യിലൂടെയൊക്കെ നമ്മൾ ഇത് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഇത് ചിന്തിക്കുക, ഇതൊക്കെ നമുക്ക് പ്രാബല്യമാക്കരുതോ എന്നുള്ളത്.
കേരളത്തിലെ നെഫ്രോളജി അസോസിയേഷൻ ഓഫ് കേരള NAK എന്ന് പറയുന്നത് അതിനുവേണ്ടി ഒരു എന്നാ പറയുക പാംഫ്ലെറ്റ് അല്ല ഒരു ഗൈഡ് ലൈനൊക്കെ വെച്ചുകൊണ്ട് അടിച്ച് അത് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും ഒട്ടിക്കാനായി പോസ്റ്റേഴ്സ് ഒട്ടിക്കുക. അപ്പോൾ അതെല്ലാ ക്ലിനിക്കുകളിലും വയ്ക്കുമ്പോൾ അവിടെ വരുന്നവർ വായിക്കുമ്പം ഈ തവണത്തെ തീമിനെ പറ്റി മനസ്സിലാവും, ഒബീസിറ്റി നല്ലതല്ലെന്ന് മനസ്സിലാവും. തീർച്ചയായിട്ടും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. എന്റെ പേര് ജുബിൻ, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ ജുബിൻ. സർ, എന്റെ ഫാദറിന് വേണ്ടിയായിരുന്നു ചോദിക്കുന്നത്. ഫാദർ 58 ഇയേഴ്സ് ഓൾഡ് ആണ്, ഡയബറ്റിക് സിൻസ് 30 ഇയേഴ്സ്. അപ്പോ HbA1c ലാസ്റ്റ് നോക്കിയപ്പം ഓൾമോസ്റ്റ് 7.2 ഒക്കെ ഉണ്ട്. ഡെയിലി ഒരു ആൽക്കഹോൾ ഇൻടേക്ക് ഉണ്ട് പുള്ളിക്ക്, ഒരു 300 to 350 ml. പ്ലസ് ഇപ്പം ഈയിടയ്ക്ക് മൈക്രോ ആൽബുമിനൂറിയ ഇത് കാണുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാനും എന്നറിയാൻ വേണ്ടിയായിരുന്നു. ഡയബറ്റീസ് 10 വർഷം കഴിയുമ്പോഴാണ് സാധാരണ വൃക്കകളുടെ ഫിൽറ്ററിനെ അഫക്റ്റ് ചെയ്യുന്നത്. പ്രോട്ടീൻ ലീക്കേജ് ആണ് ഇതിൻ്റെ ഏർലിയസ്റ്റ് സിംറ്റം. ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള മൂത്ര പരിശോധനയിൽ കണ്ടുവരുന്ന ടെസ്റ്റാണ് യൂറിൻ ആൽബ്യൂമിൻ അല്ലെ യൂറിൻ പ്രോട്ടീൻ. ഇതിന് മുമ്പേ തന്നെ കണ്ടുപിടിക്കാനുള്ളൊരു ടെസ്റ്റാണ് ഈ അപ്പന് ചെയ്തിരുന്ന മൈക്രോ ആൽബ്യൂമിൻ സ്റ്റേജിൽ സാധാ ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും, സ്പെഷ്യൽ ടെസ്റ്റ് ഫോർ മൈക്രോ ആൽബ്യൂമിൻ നോർമൽ ആയിരിക്കും. ഇതാണ് ഈ ഡയബറ്റിക് വ്യക്തികൾക്ക് വരുന്ന ഏറ്റവും ഏർലിയസ്റ്റ് ഡിറ്റക്റ്റബിൾ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ കിഡ്നി ഫിൽറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ, അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? ഈ മൈക്രോ ആൽബ്യൂമിൻ ഉള്ളവർക്ക് കൂടാതിരിക്കാനും കുറച്ച് കുറയാനും വേണ്ടി ചില മരുന്നുകളുണ്ട്. അതിന് മൊത്തമായിട്ട് ARB എന്ന് പറയും ഇംഗ്ലീഷ്, നമ്മുടെ മെഡിക്കലായിട്ട് ARB, ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഡ്. ഒരു 8 ഫാമിലി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതിൽ എല്ലാം ഈക്വലി ഗുഡാണ്. ഓരോ ഡോക്ടേഴ്സ് അവരവരുടെ ഡിസ്ക്രിപ്ഷനനുസരിച്ച് ഏതെങ്കിലും ഈ 8 എണ്ണത്തിൽ ഒരെണ്ണം ഉപയോഗിക്കും. അപ്പോൾ ഇതിലൊരു മരുന്ന് നമ്മൾ ഉപയോഗിക്കുക. ഐ എം ഷുവർ നിങ്ങളുടെ ഡോക്ടർ അത് തന്നു കാണും. ടെൽമിസാർട്ടൻ, ലോസാർട്ടൻ എന്നൊക്കെ ഉള്ള പേരിലാണ് അറിയുന്നത്. എല്ലാം സാർട്ടന്മാരാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചെറിയ ഡോസ് കഴിക്കുക, പ്രഷർ ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുക, ഒരു 6 മാസം കൂടുമ്പോൾ നോക്കുക. റൈറ്റ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ കലൂരിന്നാണ്. ഓക്കെ. എന്റെ മകൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. ചോദിച്ചോളൂ. മകളുടെ ഇടക്കിടക്ക് വയറുവേദന വരും. അപ്പൊ അത് ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കണോന്ന് പറഞ്ഞു. അപ്പൊ സ്കാൻ ചെയ്തപ്പോ സ്കാനില് പിന്നെ ഗ്യാസിന്റെ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു കിഡ്നി ചെറുതും ഒരു കിഡ്നി വലുതുമാണെന്ന് പറഞ്ഞു സ്കാനിങ്ങില്. അപ്പൊ അതുകൊണ്ട് വല്ല പ്രോബ്ലം ഉണ്ടാന്ന് അറിയാനാണ്. സ്വാഭാവികമായിട്ടും എല്ലാ സ്കാനിൻ്റെ അകത്തും നമ്മുടെ 2 കിഡ്നിയും തമ്മിൽ സൈസ് വ്യത്യാസം കാണും. ഇടത്തെ കിഡ്നി ആയിരിക്കും വലത്തേനേക്കാളും വലുത്. 1 സെൻറ്റിമീറ്റർ വരെ അതിൻ്റെ നോർമൽ റേഞ്ചുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിൽ ഏത് കിഡ്നിയാണ് വലുതായത്, ഏത് കിഡ്നിയാണ് ചെറുതായതെന്നുള്ളത് നോക്കണം. അത് കോറിലേറ്റ് ചെയ്യണം മൂത്ര രക്ത പരിശോധനയിലൂടെ. അപ്പം ഈ വയറ്റുവേദനയ്ക്ക് വേണ്ടിയുള്ള മരുന്ന് കഴിക്കുക, ഒരു കിഡ്നി സ്വല്പം ചെറുതായതുകൊണ്ട് ഏത് കിഡ്നിയാണെന്ന് നോക്കുക, അതിനെ ഫോളോ അപ്പ് ചെയ്യുക, അല്ലാതെ വിഷമിക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ ഈ വൃക്ക രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സങ്കീർണതയിലേക്ക് പോകുമ്പോഴാണ് ഡയാലിസിസ്, അവയവദാനം, മാറ്റിവെക്കൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. എന്നാൽ ഇത് അസുഖം വന്നു കഴിഞ്ഞാൽ നിയന്ത്രിച്ച് നിർത്തുന്നതിന് എന്തെല്ലാം മാർഗങ്ങൾ? ബേസിക്കലി 2 സംഗതിയാണ്. CKD നോട്ട് ക്യൂറബിൾ ഫോർ മെനി. ചില അസുഖങ്ങൾക്ക് സ്പെസിഫിക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആദ്യമേ രോഗനിർണയം, ബയോപ്സി, സ്പെസിഫിക് മരുന്ന് കൊടുക്കാൻ പറ്റുമോ, അതിനോടുള്ള റെസ്പോൺസ്. മറുവശം എല്ലാ കിഡ്നിയുടെ അസുഖക്കാർക്കും ഡയറ്റ് കൺട്രോൾ, പ്രഷർ കൺട്രോൾ, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോൾ, കൊളസ്ട്രോൾ കൺട്രോൾ, യൂറിക് ആസിഡ് കൺട്രോൾ, ആവശ്യമില്ലാത്ത മരുന്നുകൾ കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വേദന സംഹാരി മരുന്നുകൾ, ഈ ആൻജിയോഗ്രാമിനും എക്സ്റേക്കൊക്കെ എടുക്കുന്ന റേഡിയോ കോൺട്രാസ്റ്റ് ഡൈ മരുന്ന് കയറ്റുന്നത്, ഇതെല്ലാം വൃക്കകൾക്ക് ഹാനികരമാണ്. ഇൻഫെക്ഷൻ വരാതിരിക്കുക, വന്നു കഴിഞ്ഞാൽ തന്നെ ഊർജിതമായിട്ട് ചികിത്സിക്കുക,
ഓൾട്ടർനേറ്റീവ് തെറാപ്പിക്ക് പോകാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്നത് ടു പ്രിവെൻറ്റ് ദി പ്രോഗ്രഷൻ ഓഫ് ദ കിഡ്നി ഡിസീസ്. ഇതൊക്കെ ചെയ്താൽ തന്നെയും CKD സ്റ്റേജ് 2, 3 മൈക്രോ ആൽബ്യൂമിൻ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 2 കഴിഞ്ഞു, 2+ ആയി. 3, 4 ക്രിയാറ്റിനിൻ കൂടി ഒരു 5 കഴിയുമ്പോഴാണ് സ്റ്റേജ് 5. അവിടെയാണ് നമ്മുടെ പ്രശ്നം വരുന്നത്. ഡോക്ടർ അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ പറഞ്ഞോളൂ. എന്താണ് ഹലോ, സംശയം? ഞാൻ ഗൾഫിൽ നിന്നാണ് ഇപ്പൊ വിളിക്കുന്നത്. ഓക്കെ, ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്. റൈറ്റ്. അപ്പോ എന്റെ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോ അതിപ്പോ കുറച്ച് മരുന്ന് കുടിച്ചപ്പോ അത് മാറി എന്ന് പറഞ്ഞവര്. ഇപ്പോൾ കാലിന് നീര് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എത്ര വയസ്സുണ്ട്? വേറെ കാലിന് നീരിന് വരുന്ന എനിക്കിപ്പോ 35 വയസ്സായി. 35 വയസ്സിൽ നീര് വരിക എന്ന് പറഞ്ഞാൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നീരെന്ന് പറഞ്ഞാൽ മൂത്രം പോകുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തേക്കാൾ കുറച്ചേ മൂത്രം പോകുന്നുള്ളൂ. താങ്കളുടെ വൃക്കകൾക്ക് കുടിക്കുന്ന വെള്ളം മൂത്രമായിട്ട് വെള്ളത്തിനെ, ജലാംശത്തിനെ തെള്ളി നീക്കാൻ പറ്റുന്നില്ല. അപ്പം കഴിക്കുന്ന മരുന്നിൽ എന്തെങ്കിലും അമിതമായിട്ട് ഉപ്പും വെള്ളവും നിലനിർത്തുന്നുണ്ടോ എന്ന് നോക്കണം. 2, ഉപ്പ് കുറയ്ക്കണം, വെള്ളം കൂടി കുറയ്ക്കണം. 3, വെയിറ്റ് നോക്കണം. ദിവസവും വെയിറ്റ് നോക്കി സ്റ്റഡി ആയിട്ട് നിർത്തണം. നീര് മാറുമ്പോഴത്തെ വെയിറ്റാണ് ഡ്രൈ വെയിറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് 63 കിലോ ഉണ്ട്, 61.5 ആയപ്പോൾ നീര് മാറിയാൽ 61.5 നിങ്ങളുടെ ഉചിതമായ വെയിറ്റ്. പിന്നെ മൂത്രം ഉണ്ടാവാനായിട്ടുള്ള ചെറിയ മരുന്നുകളുണ്ട്, അത് നിങ്ങളുടെ ഡോക്ടറോട് പറഞ്ഞാൽ അവർ എഴുതിത്തരും. തൈറോയ്ഡ് ഉണ്ടോ എന്ന് നോക്കണം. സ്ത്രീകൾക്കാണ് കൂടുതൽ തൈറോയ്ഡ് കാണുന്നത്. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് മൂത്ര തടസ്സം ഉണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെയാണ് കാലിൻ്റെ നീരിൻ്റെ കാരണം. പിന്നെ ലിവറിൻ്റെ അസുഖം ഉണ്ടെങ്കിലും ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടെങ്കിലും നീര് വരും. അപ്പോൾ ഒരു പരിശോധന ആവശ്യമുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവാണ്, ചോദിച്ചോളൂ ഡോക്ടറോട്. കേൾക്കാൻ മേല മാഡം? ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഇവിടെ കേൾക്കാം, ചോദിച്ചോളൂ. ടിവിയിൽ ശ്രദ്ധിക്കണ്ട കേട്ടോ, ചോദ്യം പൂർത്തിയാക്കിക്കോ. ഹലോ, ഇവിടെ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. മാഡം, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മേരിയെ വിളിക്കണേ. ബാംഗ്ലൂരിൽ നിന്ന് മേരിയെ വിളിക്കണേ. എനിക്ക് 60 വയസ്സുണ്ട്. എനിക്ക് ശകലം ടിവിയിൽ ശ്രദ്ധിക്കണ്ട. എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്. കൊളസ്ട്രോൾ ഉണ്ട്, BP. ഡോക്ടർ അത് ടിവിയുടെ വോളിയം കുറച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഡോക്ടർ ഇപ്പം കിഡ്നി ഡിസീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു സ്ത്രീകളിലാണ് തൈറോയിഡ് കൂടുതൽ പ്രശ്നം വരുന്നതെന്ന്. അത് എന്തുകൊണ്ടാണ്? ഈ കിഡ്നി ഡിസീസസിൽ തന്നെ ഇതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ, ഏറ്റക്കുറച്ചിലുകളുണ്ടോ? ഉണ്ട്. പ്രത്യേകിച്ച് ഈ ആർത്തവം നിൽക്കുമ്പോൾ അവർക്ക് ഹോർമോണൽ ചേഞ്ചസ് വരുന്നു. തൈറോയിഡ് സബ് ക്ലിനിക്കലായിട്ട് വരുന്നു. തടി വയ്ക്കുന്നവർക്ക് ഈ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടോ? ഞങ്ങൾക്ക് ഒത്തിരി പേര് വരുന്ന കിഡ്നിയുടെ അസുഖം ഉണ്ടോ എന്ന് അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ നോക്കും കിഡ്നിക്ക് കുഴപ്പമില്ല, പക്ഷേ തൈറോയിഡിൻ്റെ ചെറിയ പ്രവർത്തനക്കുറവാണ്. പക്ഷേ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഡിറ്റക്റ്റബിളാണ്, ട്രീറ്റബിളാണ്, വലിയ എക്സ്പെൻസീവ് അല്ല. ആകെ ഒരു തൈറോയ്ഡ് ഫങ്ഷൻ ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി പേർക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടും. ഇവരെല്ലാം വരുന്നത് ഇച്ചിരി ചീർമതിയോടുകൂടി മുഖത്ത് നീരുണ്ട്, കാലേ നീരുണ്ട്, വൃക്ക രോഗമാണോ എന്ന് സംശയിച്ച് അല്ലെങ്കിൽ അവരിന്ന് റെഫറലായിട്ട് വരുന്നതാണ് ടു എക്സ്ക്ലൂഡ് CKD. ഓക്കെ ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. എനിക്ക് ഒരു 2 കൊല്ലമായിട്ട് കാലിൽ നീര് വരുമ്പോ ടെസ്റ്റ് ചെയ്തപ്പോ ഇവിടെ ഞാൻ ഹൈദരാബാദിനാണ്. ഹൈദരാബാദ് കിഡ്നി ലാപ്രോസ്കോപ്പി സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു രമാകാന്ത് പറഞ്ഞിട്ട് എത്താൻ മരുന്ന് മേടിക്കുന്നതാണ്. ചോദിച്ചോളൂ. അത് ഇപ്പോഴും അത് മരുന്ന് ഗുളികകൾ കഴിക്കുന്നുണ്ട്. ഇപ്പോഴും ചിലപ്പം മുഖത്തൊക്കെ നീരൊക്കെ വരും. ദിവസേന കഴിക്കുന്നുണ്ട് ഗുളിക. എന്താന്ന് പറഞ്ഞ ഒരു എത്ര വയസ്സുണ്ട്? എനിക്ക് 68. 68 വയസ്സുള്ള നിങ്ങൾക്ക് വയറിൻ്റെ സ്കാൻ ചെയ്ത് മൂത്ര തടസ്സമുണ്ടോയെന്ന് നോക്കണം. പുരുഷ ഗ്ലാൻഡ് വലുതായി തടസ്സം ഉണ്ടാകുമ്പോഴാണ് മൂത്രം കെട്ടി നിൽക്കുകയും
കിഡ്നിയുടെ പരാജയത്തിന് ഒരു കാരണം അതാണ് ഈ പ്രായത്തിൽ. അത് പ്രത്യേകിച്ച് നോക്കണം. കാലിൽ നീര് വരാതിരിക്കാനായിട്ട് ഉപ്പ് കുറയ്ക്കണം, വെള്ളം കൂടി കുറയ്ക്കണം, വെയിറ്റ് മുമ്പേ പറഞ്ഞ പോലെ സ്റ്റഡി ആയിട്ട് നിർത്തണം, മൂത്രം പോകാനുള്ള ചെറിയ മരുന്ന് കൊടുക്കണം. തടസ്സം ഉണ്ടോയെന്ന് പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെൻറ്റും റിട്ടൻഷൻ ഓഫ് യൂറിനും ഉണ്ടോയെന്ന് പ്രത്യേകിച്ച് നോക്കണം. ഡോക്ടർ, ഇപ്പോൾ കിഡ്നി മാറ്റി വെക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? എന്തെല്ലാം കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക? ക്രിയാറ്റിനിൻ 5 ആവുമ്പോൾ നമ്മളൊരു സ്റ്റേജ് 5 എത്തുകയാണ്. അപ്പോൾ ഒരു 15% 10% കിഡ്നി വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് CKD പ്രോഗ്രസ് ചെയ്യും. വി ഹാവ് ടു തിങ്ക് നമുക്കിനി എന്താണ് വേണ്ടിയത്. അധികം ഡയാലിസിസ് ചെയ്യാതെ എലക്റ്റീവായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിവരങ്ങളൊക്കെ അറിയണം. സ്റ്റേറ്റിലെ നിയമങ്ങൾ എന്താണ്, എങ്ങനെ കിട്ടും, എങ്ങനെ പോകേണ്ടത്. യു ഹാവ് ടു ചൂസ് എ നെഫ്രോളജിസ്റ്റ്, എ ഹോസ്പിറ്റൽ ആൻഡ് ഗോ. 2 ആളുകൾ നാളെയാട്ടെന്ന് പറഞ്ഞ് അവസാനം ടയർ പഞ്ചറാകുമ്പോഴാണ് നമ്മൾ ഏതെങ്കിലും അടുത്തൊരു ആശുപത്രിയിൽ പോയി ഡയാലിസിസ് തുടങ്ങുന്നത്. അപ്പം സാധാരണ ഈ ക്രിയാറ്റിൻ 5 കഴിയുമ്പം എല്ലാവർക്കും വേണ്ടി വരുന്നില്ല. ഒരു ശരാശരി 7-8 ആകുമ്പോഴാണ് കുഴയുന്ന, വിശപ്പ് കുറവ്, ഛർദിൽ, കാലനീര്, പ്രഷർ കൂടുന്നു, വിളർച്ച, ലൈംഗിക ശേഷി കുറയുന്നു, കോൺസ്റ്റിപ്പേഷൻ എന്ന് തുടങ്ങി ഇങ്ങനെ വേഗ് സിംറ്റംസാണ്. സോ നമ്മൾ നോക്കേണ്ട ഡയാലിസിസ് ആണോ ട്രാൻസ്പ്ലാന്റേഷൻ ആണോ ബെറ്റർ. ഒരു സക്സസ്ഫുൾ ട്രാൻസ്പ്ലാന്റേഷൻ ഗിവ്സ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഒരു വൃക്കയുടെ പൂർണ്ണ ഫങ്ഷൻ തരും. ആവറേജ് ക്രിയാറ്റിനിൻ നോർമലായിട്ട് നിൽക്കും, 1.4 താഴെ നിൽക്കും. നമ്മൾ ഡയാലിസിസ് എത്ര ചെയ്താലും ഇപ്പോൾ 8 മില്ലിഗ്രാം ഉള്ള ഒരാൾക്ക് ചെയ്താൽ 5-4 ആയിട്ട് കുറയും, പിന്നെയും 3 ദിവസം കഴിയുമ്പോൾ 8 ആവും. അപ്പോൾ ഒരു ആവറേജ് ഒരു 6 5 to 6 7 ഇടയ്ക്ക് നിൽക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ദൂഷ്യഫലം ബ്ലഡിലും ബ്രെയിനിലും മസിലിലും രക്തത്തിലും ഒക്കെ വരും. സോ എ സക്സസ്ഫുൾ ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് ബെറ്റർ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഡോക്ടർ, ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒരുപാട് ചർച്ചകളും ഒരുപാട് കോംപ്ലിക്കേഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. കാരണം അവയവദാനം അല്ലെങ്കിൽ അവയവം മാറ്റിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാൾ പ്രാക്ടീസസ് നടക്കുന്നു എന്ന് കേൾക്കാം. കൃത്യമായ നിയമസംഹിതകളില്ലേ? നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തക്കാരുടെ കിഡ്നിയാണ് സ്വന്തം അല്ലാത്തവരെക്കാളും നല്ലത്. അപ്പോൾ എല്ലാവർക്കും സ്വന്തക്കാരായിട്ടുള്ളവർ കൊടുക്കാൻ കണ്ടെന്ന് വരത്തില്ല. ഒന്നുകിൽ ഏജ് കൂടുതലോ കുറവായിരിക്കും, മൈനർ ഓർ എബവ് 60. ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആയിരിക്കത്തില്ല. അവർക്ക് ഡയബറ്റീസ്, കല്ല്, മൂത്രത്തിൽ പഴുപ്പ്, ഹാർട്ടിൻ്റെ അസുഖം, പ്രഷർ എന്ന അസുഖങ്ങൾ കാണും. സോ നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് വൃക്കദാതാക്കളില്ല. ചിലർക്ക് വൃക്കദാതാക്കൾ കാണും, പക്ഷേ അവർ വില്ലിങ് അല്ല, അല്ലെങ്കിൽ റെസിപ്പിയൻ്റ് സ്വീകരിക്കാൻ തയ്യാറല്ല. സോ അൾട്ടിമേറ്റ്ലി ദേ ഹാവ് നോ ലൈവ് റിലേറ്റഡ് ഡോണർ. അപ്പോൾ എന്ത് ചെയ്യും? ലൈവ് അൺറിലേറ്റഡ് ആയിട്ടുള്ളത് നോക്കണം. ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരിച്ച ബ്രെയിൻ ഡെത്ത് ആയിട്ടുള്ളവരുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ സ്വമനസാലെ കൊടുക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. അതൊരു കേരളത്തിൽ ഇപ്പോൾ ഒരു 25-ൽ പരവേ നടന്നിട്ടുള്ളൂ. അതേസമയം മരണാനന്തര കിഡ്നി ദാനത്തിനെയാണ് നമ്മളൊക്കെ ഇപ്പം പ്രോത്സാഹിപ്പിക്കുന്നത്. കേരളത്തിലിപ്പം 450-ൽ പരം വൃക്കകൾ മരണാനന്തരം മാറ്റിവെച്ചിട്ടുണ്ട്. ഞങ്ങളതിനകത്ത് 75 എണ്ണം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. റിസൾട്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ 90% ഉണ്ട്. അൺറിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ളവരുടെ റിസൾട്ടിൻ്റെ അത്രയും തന്നെ നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു മരണാനന്തര കിഡ്നിക്ക് ലഭ്യമാവേണ്ടത്, എങ്ങനെയാണ് അതിനെപ്പറ്റി അറിയേണ്ടത്? കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് ഒരാൾ ഡയാലിസിസ് ചെയ്ത ഒരാൾ 3 വർഷം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനൊരു സംവിധാനമുണ്ട്. അവർ വന്നു, അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായിട്ടുള്ള സംഗതി ശരിയാക്കാൻ വേണ്ടിയാണ് അവർ വന്നത്, വെയിറ്റ് ചെയ്തത്. അവരത് റെഡിയായി വന്നപ്പോഴാണ് മനസ്സിലായത് ഇനിയും വെയിറ്റിംഗ് പീരീഡ് 2 വർഷം ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മരണാനന്തര കിഡ്നിക്ക് നമ്മൾ കേരള മൃതസഞ്ജീവനി അഥവാ KNOS എന്ന് പറയുന്ന കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിങ്ങിൽ നമ്മളൊരു ആശുപത്രിയിൽ ഒരു ഡോക്ടറുടെ മുഖേന അത് ബുക്ക് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ബുക്കല്ല, രജിസ്റ്റർ ചെയ്യണം. ശരാശരി 2 വർഷം എടുക്കും. ശരി ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും അമിതവണ്ണം കുറയ്ക്കുന്നതിന് അത്യാവശ്യം കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ഡോക്ടർ. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.